നമസ്കാരം. ബ്രിട്ടനിലെ രാഷ്ട്രീയം എക്കാലത്തും ഇന്ത്യക്കാർക്ക് ഇഷ്ടമാണ്. കാരണം നമ്മളെ ഏതാണ്ട് 200 വർഷം ഭരിച്ചത് അവരാണ്. അതുകൊണ്ട് അവിടുത്തെ രാജാവിൻ്റെ കാര്യമാണെങ്കിലും രാജ്ഞിയുടെ കാര്യമാണെങ്കിലും നമ്മൾ കൗതുകത്തോടെ കാണും. എന്നാൽ അതിനപ്പുറത്തേക്ക് ബ്രിട്ടൻ നേതൃത്വം കൊടുക്കുന്ന പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരു കുടിയേറ്റ രാഷ്ട്രീയമുണ്ട്. നമ്മൾ മലയാളികളടക്കം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് യൂറോപ്പിലേക്ക് കുടിയേറിയിട്ടുണ്ട്. യൂറോപ്പിലെ നിയമങ്ങളുടെ സഹിഷ്ണുത അല്ലെങ്കിൽ ഇൻക്ലൂസീവ്നെസ് അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള കുടിയേറ്റം നടന്നു. ഒന്ന്, മലയാളികളടക്കം അവിടെ ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്ത മേഖലകളിൽ, ഉദാഹരണത്തിന് IT, അധ്യാപകരെ, ഡോക്ടർമാരെ, നേഴ്സുമാരെ, ഇത്തരത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത മേഖലകളിലേക്ക് കഴിവുള്ളവരുടെ കുടിയേറ്റം. അത് ആ രാജ്യത്തിന് സന്തോഷമാണ്, സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തും. രണ്ടാമത് സംഭവിച്ചത് അനധികൃത കുടിയേറ്റമാണ്. അതായത് കഴിവുള്ളവരുടെ കൂടെ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് എത്തിയ ആളുകളെ സ്റ്റുഡൻറ് വിസയിലും വിസിറ്റിംഗ് വിസയിലും മറ്റും വന്നിട്ട് അവിടെ തന്നെ തുടരുന്നവരെ, കൂടാതെയാണ് ഈ ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന അനധികൃത കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ, പ്രത്യേകിച്ച് പ്രശ്നബാധിത രാജ്യങ്ങളിൽ നിന്ന്. ആഫ്രിക്കയിൽ നിരന്തരം ആഭ്യന്തര കലാപങ്ങൾ രൂക്ഷമാണ്. സിറിയയും ഇറാഖും അഫ്ഗാനിസ്ഥാനും അടങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര കലാപത്തിന് ഇരയായവർ, ഇതിൻ്റെ മറയിൽ വലിയ മാഫിയകൾ കൂട്ടത്തോടുകൂടി ആളെ കൊണ്ടുവരുന്നവർ, അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യർ പാശ്ചാത്യ ലോകത്തിൻ്റെ സുരക്ഷയിലേക്ക് കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് കൊണ്ട് അനധികൃതമായി കുടിയേറിയിട്ടുണ്ട്. ഇവരെയൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇതുവരെ പിന്തുടർന്നത്. എന്നാൽ ജനവികാരം എതിരായി. അഭയാർത്ഥികളായി എത്തുന്നവർ, അനധികൃത കുടിയേറ്റക്കാർ കൊലയാളികളാവുകയും ബലാത്സംഗ വീരന്മാരാവുകയും ചെയ്തതോടെ ആഭ്യന്തര വീട് വിപണിയിൽ മാറ്റം വന്നതോടെ, അതായത് വീടിൻ്റെ വില കൂടുന്നു, വാടക കൂടുന്നു. കാരണം അനേകം കുടിയേറ്റക്കാർ വരുന്നു, അവർ വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ അവർ വാടകയ്ക്ക് എടുക്കുന്നു. ഈ സാഹചര്യത്തിൽ വീട് വില അനിയന്ത്രിതമായി വളരുന്നു, വാടക അനിയന്ത്രിതമായി നീളുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. മാത്രമല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളിലും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ വലതുവംശീയ രാഷ്ട്രീയ പാർട്ടികൾ രൂപം കൊണ്ടു. തീവ്ര വലതുവംശീയ രാഷ്ട്രീയ പാർട്ടികൾ ശക്തിപ്പെടുമ്പോൾ തന്നെ നിലവിലുള്ള വലത് രാഷ്ട്രീയ പാർട്ടികളെ കടത്തിവെട്ടുന്ന ശക്തമായ മത അജണ്ടകളുള്ള, കുടിയേറ്റ വിരുദ്ധ അജണ്ടകളുള്ള രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെടുന്നു. അവരിൽ പലരും ഭരണം പിടിക്കുന്നു. ഇറ്റലിയിലും നെതർലൻഡ്സിലുമൊക്കെ അവർ ഭരണം പിടിച്ചു. ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെ അവരെ ഭരണത്തിൻ്റെ വക്കീലാണ്. അത്തരമൊരു പ്രവണത ശക്തിപ്പെട്ടു. പക്ഷെ ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കാൻ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല. ബ്രിട്ടനിലെ വലത് രാഷ്ട്രീയ പാർട്ടിയാണ് കൺസർവേറ്റീവുകൾ അല്ലെങ്കിൽ ടോറികൾ. അവരായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെ ബ്രിട്ടൻ ഭരിച്ചിരുന്നത്. അവസാനത്തെ അവരുടെ പ്രധാനമന്ത്രി ഋഷി സുനക് ഇന്ത്യൻ വംശജനായിരുന്നു. ഋഷി സുനകിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം കൺസർവേറ്റീവ് പാർട്ടി തോറ്റമ്പുന്നു. പകരം അധികാരത്തിലെത്തിയത് താരതമ്യേന ഇടത് രാഷ്ട്രീയം പുലർത്തുന്ന ലേബർ പാർട്ടിയാണ്. വളരെ വിചിത്രമായി തോന്നും. കാരണം ഈ കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തിപ്പെട്ടപ്പോൾ പുറത്താക്കിയത് വലത് രാഷ്ട്രീയ പാർട്ടിയെയും ഭരണം കൊടുത്തത് ഇടത് രാഷ്ട്രീയ പാർട്ടിയും. അതിൻ്റെ കാരണം ലേബർ പാർട്ടിയുടെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് മുഖം, ഇടത് മുഖം അവർ മാറ്റിയതാണ്. ജെറമി കോർബിനായിരുന്നു അവരുടെ നേതാവ്. അദ്ദേഹം ഒരു തീവ്ര ഇടതുപക്ഷക്കാരനായിരുന്നു. അദ്ദേഹത്തെ മാറ്റി പകരം കീർ സ്റ്റാർമർ എന്ന നേതാവിനെ തെരഞ്ഞെടുത്തു. കീർ സ്റ്റാർമർ പലതിനും വഴിപ്പെടാതെ ശക്തമായ നിലപാടെടുത്തു. ഉദാഹരണത്തിന്, ഫലസ്തീൻ്റെ പേരിൽ സമരം ചെയ്യുന്നത് നിയമവിരുദ്ധമാക്കി അവരെ ജയിലിൽ അടച്ചു. എന്നാൽ ഇതിനെതിരെ ലേബർ പാർട്ടിക്കുള്ളിൽ വലിയ വിപ്ലവം ഉണ്ടായി. ലേബർ പാർട്ടിയിൽ ജെറമി കോർബിൻ്റെ നേതൃത്വത്തിൽ തീവ്ര ഇടതുപക്ഷ സമ്പ്രദായം രൂപപ്പെട്ടു വന്നു. എങ്കിൽ ഇത് രണ്ടിൻ്റെയും ഇടയിൽ ബാലൻസ് ചെയ്യിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് കുടിയേറ്റ വിരുദ്ധ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ലണ്ടനിലെ എപ്പിങ്ങിലെ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന അഭയാർത്ഥി ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസ് വഷളാവുകയും രാജ്യവ്യാപകമായി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഇവിടെ പ്രതിക്കൂട്ടിലായത് കീർ സ്റ്റാർമർ മന്ത്രിസഭയിലെ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന 3 മന്ത്രിമാരാണ്. ഒന്ന്, തീവ്ര ഇടതുപക്ഷക്കാരിയായ ഏഞ്ചല റെയ്നർ. അവരായിരുന്നു ചാൻസലറും ഉപപ്രധാനമന്ത്രിയും. അവർ സാമ്പത്തിക നയങ്ങൾ കടുപ്പിച്ചു. നികുതി പരമാവധി ജനങ്ങളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. വീട് വാടകയ്ക്ക് കൊടുക്കുന്നവനെ അധിക നികുതി ഏർപ്പെടുത്തി. രണ്ടാമതൊരു വീട് വാങ്ങുന്നവന് നികുതി ഏർപ്പെടുത്തി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനജീവിതത്തെ ദുരിതത്തിലാക്കി. എന്നാൽ രണ്ടാമത്തെ വീടിന് അധിക നികുതി ഏർപ്പെടുത്തിയ ഈ ഏഞ്ചല റെയ്നർ സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ ഒരു അബദ്ധം കാണിച്ചു. അവർ ഒരു ബീച്ചിൽ വാങ്ങിയ ഒരു വീടിനെ നികുതി കുറച്ച് കാണിച്ച് ലാഭിച്ചു. അത് ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. വലിയ ഒച്ചപ്പാടായി.
അല്ലെങ്കിൽ തന്നെ അവരുടെ അധിക നികുതിയിൽ ജനവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അഭയാർത്ഥികൾ നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ സർക്കാരിനെതിരെ വികാരമുണ്ടായിരുന്നു. അതിനിടയിൽ ഈ അഴിമതി പുറത്തു വന്നതോടെ ഇന്നലെ നാടകീയമായി അവർ രാജിവെച്ചു. അത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പദവി വഹിക്കുന്ന ഉപപ്രധാനമന്ത്രിയായ ചാൻസലർ ഏഞ്ചല റെയ്നർ ആ പദവി രാജിവെച്ചു. അവിടെ അവസാനിച്ചില്ല ഈ ആഭ്യന്തര യുദ്ധം. ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വലിയ തോതിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തി. തീവ്ര ഇടതുപക്ഷ ലൈൻ പുലർത്തുന്ന ലേബർ പാർട്ടിയിലെ നേതാക്കളെ ഒതുക്കാൻ ഒരു അവസരമായി കീർ സ്റ്റാർമർ ഇതിനെ എടുത്തു. അതിനേറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നത് ഹോം സെക്രട്ടറി യെവറ്റ് കൂപ്പർക്കാണ്. ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി. മോദി കഴിഞ്ഞാൽ അമിത്ഷാ രണ്ടാമനായിരിക്കുന്നത് പോലെ ബ്രിട്ടനിൽ രണ്ടാമൻ ചാൻസലറാണ്, അതായത് ധനമന്ത്രിയാണ്. മൂന്നാമൻ ഹോം സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറിയാണ്. MI5-ന്റെയും പോലീസിന്റെയും ഒക്കെ ചുമതലയുള്ള സുപ്രധാനമായ പദവിയാണ്. യെവറ്റ് കൂപ്പർ ആണ് വാസ്തവത്തിൽ അഭയാർത്ഥികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയത്. അവരെ ആ തസ്തികയിൽ നിന്നും നീക്കി പകരം വിദേശകാര്യ സെക്രട്ടറിയാക്കി. എന്നിട്ട് ഹോം സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പാക് വംശജയായ ഷബാന മഹ്മൂദിനെയാണ്. പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന മാതാപിതാക്കളുടെ ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന മകളാണ് ഷബാന മഹ്മൂദ്. അതുകൊണ്ട് ഷബാന മഹ്മൂദ് അഭയാർത്ഥികൾക്ക് അനുകൂലമാണെന്ന് കരുതണ്ട. ലേബർ പാർട്ടിയിലെ വലതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ് ഷബാന മഹ്മൂദ്. അവർ പറയുന്നത് അവർ സുപ്രധാനമായ വിഷയങ്ങളിലൊക്കെ ലേബർ പാർട്ടിയുടെ ഇടതു നയത്തിനെതിരാണ്. ബ്രിട്ടൻ ബ്രിട്ടീഷ് ജനതയ്ക്കുള്ളതാണ്, വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഗ്രൂമിംഗ് ഗാങ്, നമുക്ക് റോച്ച്ഡെയിൽ ഗ്രൂമിംഗ് ഗാങ്ങിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ലവ് ജിഹാദ് പോലെ ബ്രിട്ടനിലെ ഏറ്റവും വലിയൊരു വിവാദ വിഷയമായിരുന്നു ഗ്രൂമിംഗ് ഗാങ്. പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയ കുറേ ആളുകൾ, വെള്ളക്കാരായ പെൺകുട്ടികൾ, അത് പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗികമായി ദുരുപയോഗിച്ച് അവരുടെ മേൽ ആധിപത്യം നേടാൻ നടത്തിയ ശ്രമമാണ് ഗ്രൂമിംഗ് ഗാങ്ങായി മാറുന്നത്. അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലും സർക്കാരുകൾക്കും പോലീസിനും പേടിയായിരുന്നു, ന്യൂനപക്ഷ വേട്ട എന്ന തരത്തിൽ. പക്ഷേ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. അന്വേഷണം പ്രഖ്യാപിച്ചു, ചിലരെ ശിക്ഷിച്ചു. ഈ ഗ്രൂമിംഗ് ഗാങ്ങിനെ അടിച്ചമർത്തണം എന്ന നയമാണ് ഷബാന മഹ്മൂദിനുള്ളത്. മാത്രമല്ല അഭയാർത്ഥികൾ അപ്പോൾ തന്നെ നാട് കടത്തണം, അവർക്കൊരു ആനുകൂല്യവും കൊടുക്കരുത്. ഈ രാജ്യത്ത് വന്ന് മറ്റൊരു രാജ്യത്തെ പൗരൻ കുറ്റകൃത്യം ചെയ്താൽ നാട് കടത്തണം തുടങ്ങിയ കർശന നിലപാടുകാരിയാണ് ഷബാന. അതുകൊണ്ടാണ് ഷഹബാനയെ ജെറമി കോർബിൻ ഷാഡോ ക്യാബിനറ്റിൽ പോലും ഉൾപ്പെടുത്താതിരുന്നത്. ഈ തീവ്ര ഇടതുപക്ഷക്കാർക്ക് ഷഹബാനയെ കണ്ടുകൂടാ. ഷഹബാനയെ വെച്ചത് ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാനാണെന്നും പതിയെ ജനവികാരത്തിന് മുൻപിൽ കീർ സ്റ്റാർമർ കീഴടങ്ങുന്നു എന്നുമാണ് റിപ്പോർട്ട്. അതേസമയം കീർ സ്റ്റാർമർ സർക്കാരിലെ മറ്റൊരു ലെഫ്റ്റിസ്റ്റായ കറുത്ത വർഗ്ഗക്കാരനായ ഡേവിഡ് ലാമി, അദ്ദേഹം ഒരു വിദേശകാര്യ സെക്രട്ടറി, അദ്ദേഹത്തിന് ആ പദവി നഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഉപപ്രധാനമന്ത്രി പദവി കൊടുത്ത് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അടക്കമുള്ളവർ അതൃപ്തരാണ്. അതെ, ലേബർ പാർട്ടിയിൽ വലിയ കലാപം നടക്കുന്നു, ആഭ്യന്തര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇത് ലേബർ പാർട്ടിയുടെ നാശത്തിന് കാരണമാകുമെന്നും ഭരണം ഒഴിഞ്ഞു പോവേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുമാണ് റിപ്പോർട്ട്. കുടിയേറ്റക്കാർക്കെതിരെയുള്ള ജനവികാരം തന്നെയായിരിക്കും ഈ സർക്കാരിന് അന്ത്യം കുറിക്കുക. ഇവിടെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സ്ഥാപിതമായ, ഇന്ന് ബ്രിട്ടനിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രസക്തമാകുന്നത്. റിഫോം UK എന്നാണ് ആ പാർട്ടിയുടെ പേര്. UK-യെ പരിഷ്കരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. നൈജൽ ഫറാജ് എന്നാണ് അതിൻ്റെ നേതാവിൻ്റെ പേര്. നൈജൽ ഫറാജിൻ്റെ റിഫോം UK അടിക്കടി വളരുകയാണ്. ഇപ്പോൾ നടക്കുന്ന അഭിപ്രായ സർവേകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ സാധ്യത നൈജൽ ഫറാജിൻ്റെ പാർട്ടിക്കാണ്. ലേബർ പാർട്ടി രണ്ടാമതും പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവുകൾ മൂന്നാമതും എത്തും. അതിനുമൊരു കാരണമുണ്ട്. ഒരു കറുത്ത വർഗ്ഗക്കാരിയായ കെമി ബാഡനോക്കാണ് അതിൻ്റെ തലൈവ. അങ്ങനെ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും പിന്നോട്ട് പോയപ്പോൾ പുതിയൊരു വലത് വംശീയ പാർട്ടി ഉയർന്നു വരികയും അവർ അധികാരം പിടിക്കുന്ന സാഹചര്യം ഉറപ്പിക്കുകയും ചെയ്തു. കൺസർവേറ്റീവുകളെ മടുത്ത് ലേബറിനെ തെരഞ്ഞെടുത്തെങ്കിലും ഒരു പ്രയോജനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ ഇപ്പോൾ നൈജൽ ഫറാജിന്റെ കീഴിൽ അണിനിരക്കുകയാണ്. ഏറെ വൈകാതെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ആ പൊതു തെരഞ്ഞെടുപ്പിൽ നൈജൽ ഫറാജ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതെ, അനധികൃത കുടിയേറ്റക്കാരോട് മാത്രമല്ല, കുടിയേറ്റക്കാരോട് തന്നെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത വലത് വംശീയ പാർട്ടി അധികാരത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ബ്രിട്ടീഷ് ജനതയെ ചൂഷണം ചെയ്ത് ഇത്രയും എത്തിച്ചതിൻ്റെ ശിക്ഷയാണത്. ബ്രിട്ടീഷുകാർ പകവീട്ടാൻ കാത്തിരിക്കുന്നു കുടിയേറ്റക്കാർക്കെതിരെ.